ഈ വീഡിയോ ആർക്കുള്ളതാണെന്ന് അറിയാമോ? ജോലി ചെയ്തുകൊണ്ട്, അതായത് നമുക്ക് എന്തായാലും ഒരു ജോലി വേണം, പക്ഷേ കഴിവുണ്ട്, ഒരുപാട് ആഗ്രഹമുണ്ട്. എന്താണ്? ഒരു ബാങ്ക് ജോലി നേടണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ അവരുടെ വീട്ടിലെ സാഹചര്യം അവരെ അതിന് അനുവദിക്കുന്നില്ല. എന്തിന്? ത്രൂ ഔട്ട് റെഗുലറായിട്ട് വേറെ ഒരു പണിക്കും പോവാതെ ഇരുന്ന് പഠിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ആ കുട്ടികൾക്ക് ഇല്ല. അങ്ങനെയുള്ള കുട്ടികൾക്കാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. എന്താണ്? ഹൗ ടു പ്രിപ്പയർ ബാങ്ക് എക്സാംസ് വിത്ത് ജോബ്. നമുക്ക് എന്താണ്, അവർ പഠനമൊക്കെ കഴിഞ്ഞ് നേരിട്ട്, അതായത് ത്രൂ ഔട്ട്, അതായത് റെഗുലറായിട്ട് ഫുൾ ടൈം ഇരുന്ന് ബാങ്ക് എക്സാമിന് പഠിച്ച് ജോലിക്ക് കയറുന്ന കുട്ടികളെ പോലെ തന്നെ നമ്മളുടെ ഒരുപാട് കുട്ടികൾക്ക് എന്താണ്, ജോലി ചെയ്തുകൊണ്ട് തന്നെ ബാങ്ക് എക്സാം നേടിയ ചരിത്രവുമുണ്ട്. അതെങ്ങനെയാണ് അല്ലേ? ഇപ്പോൾ ഇവിടെ ഞാനൊരു ഇതിൽ കാണുന്നുണ്ടല്ലോ, നിങ്ങൾ ആൾക്കാർ ജോലിയൊക്കെ നേടി അവരുടെ പാഷന് പിന്നാലെ പോവും. ട്രാവലിംഗ് അല്ലേ? ട്രാവലിംഗ് ഒക്കെ പറഞ്ഞ് നമ്മൾ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് എന്ത് ചെയ്യാൻ, കുറച്ച് സമയം കണ്ടുപിടിച്ചിരുന്ന് പഠിക്കാനായിട്ട്. അതെങ്ങനെ സാധിക്കും? ഒരു ജോലി ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ സാധിക്കും, അതേപോലെ എങ്ങനെ പഠിച്ച് സക്സസ്ഫുൾ ആവാൻ സാധിക്കുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് എന്താണ് ഉണ്ടാവേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ജോലി ചെയ്യുന്നത് എന്തിനാ? നമ്മളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ സാധിക്കാനും നമ്മളുടെ കൂടെയുള്ളവരെ ഹാപ്പി ആയിട്ട് നിലനിർത്തുവാനുമായിട്ടാണ് നമ്മൾ ജോലിക്ക് പോകുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഒരു ലക്ഷ്യമുണ്ടായിരിക്കും. ആ ലക്ഷ്യത്തിന് ആദ്യം നമ്മൾ ആ ലക്ഷ്യം എന്താണെന്ന് പറയണം. എനിക്കൊരു ബാങ്ക് ജോലി, ഒരു ഗവൺമെൻറ് ജോലി വേണമെന്നുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജോലിയുടെ കൂടെ പഠനവും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം? വേറെ ഒന്നുമല്ല, നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കേണ്ട ടൈമുണ്ട്. വീട്ടിലല്ലെങ്കിൽ നിങ്ങൾ റൂമിൽ വന്നിരുന്ന് ഫ്രീ ആയിട്ടിരുന്ന് ഇൻസ്റ്റഗ്രാം നോക്കി അല്ലെങ്കിൽ യൂട്യൂബിൽ സിനിമ കണ്ടിരിക്കേണ്ട സമയം, നിങ്ങൾ റിലാക്സ് ചെയ്യേണ്ട സമയമാണ് ഇവിടെ എനിക്കാവശ്യം. എന്തിന്? നിങ്ങളെ ബാങ്ക് ജോലിയിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നത്. അതിന് നമുക്ക് കുറച്ച് ധൈര്യമൊന്നും പോരാ. അതിനെന്തുണ്ടായിരിക്കണം? തീവ്രമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം. എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് ബാങ്ക് ജോലി നേടണം, ആ കസേരയിൽ പോയി ഇരിക്കണം എന്നുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹം, അതാണ് ഫസ്റ്റ് നമുക്ക് വേണ്ടത്. അങ്ങനെ ആഗ്രഹിച്ചാൽ മാത്രമാണ് മക്കളെ നമുക്കിത് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, ആഗ്രഹം വേണം. ആഗ്രഹം ഉണ്ടായതിന് ശേഷം എന്തായിരിക്കണം? നമ്മൾ ജോലിക്ക് പോയി വയ്യാതായി വീട്ടിൽ വന്നിരിക്കുക, കിടന്നുറങ്ങേണ്ട സമയം ഇരുന്ന് പഠിക്കുമ്പോൾ ആദ്യം നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. അണ്ടർസ്റ്റാൻഡിങ് ദ എക്സാം. ഓക്കെ, എക്സാമിന് എന്ത് എക്സാമാണ് ഞാൻ എഴുതുന്നത്, ആ എക്സാം എഴുതി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ജോലി എന്താണ്, എനിക്ക് എത്ര സാലറി കിട്ടും, എൻ്റെ ലൈഫ് എങ്ങനെ മുന്നോട്ട് സെറ്റാവും എന്നുള്ളതിനൊക്കെ കുറിച്ചുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ക്രിയേറ്റിംഗ് എ പ്ലാൻ. എന്ത് പ്ലാൻ? നിങ്ങളുടെ റെസ്റ്റ് ഓഫ് ലൈഫ്, നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ റിലാക്സ് ചെയ്തിരിക്കുന്ന സമയം നിങ്ങൾ പഠിക്കാനായിട്ട് എടുക്കുമ്പോൾ നിങ്ങളുടെ വർക്കിനെ അത് ബാധിക്കരുത്. അതേപോലെ നിങ്ങളുടെ വീട്ടുകാര്യങ്ങളുണ്ടായിരിക്കാം, ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കാം. ഞാൻ ഈ പറയുന്നത് ജോലി ചെയ്യുന്നിരിക്കുന്ന ആൾക്കാർ മാത്രമല്ല, കുട്ടികളുള്ള അമ്മമാരുണ്ടാവും. പാരൻറ്റിങ് ആണ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ജോലിയാണ് അല്ലേ? പാരൻറ്റിങ് വളരെ റിസ്ക് ആയിട്ടുള്ള ജോലിയാണ്. കാരണം എന്താണ്? ഒരുപാട് ഹാർഡ് വർക്ക് വേണ്ട ജോലിയാണ്. അപ്പം അങ്ങനെ കുഞ്ഞു മക്കളുള്ള അമ്മമാരുണ്ടാവും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്. അവരൊക്കെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ കുഞ്ഞു മക്കൾ കിടന്ന് ഉറങ്ങുന്ന സമയം ഇരുന്ന് പഠിക്കാൻ പറ്റുള്ളൂ. ആ ടൈം അതിനു വേണ്ടി വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം. ആ പ്ലാനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക, എപ്പോഴൊക്കെ എനിക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റും,
നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, കുഞ്ഞു മക്കളുള്ള അമ്മമാർ, മക്കൾ കിടന്നുറങ്ങുന്ന സമയം. അത് സെറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള കാര്യമാണ്. കാരണം പലവർക്കും പല ടൈമിലായിരിക്കും പഠിക്കാനുള്ള സമയം കണ്ടെത്താൻ സാധിക്കാം. ചിലർ ക്യാബിൽ യാത്ര ചെയ്യുമ്പോഴായിരിക്കാം, ചിലർ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴായിരിക്കാം ഇരുന്ന് പഠിക്കുക. ആ ടൈം നമ്മൾ കണ്ടുപിടിക്കണം. അതിനുള്ള ഒരു പ്ലാൻ, വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ നിങ്ങൾ ആദ്യം തന്നെ സെറ്റ് ചെയ്യണം. പഠിക്കാനായിട്ട് ഡെയിലി മിനിമം നമുക്ക് എന്താണ്, പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കും പഠനം ഉണ്ടാവുക. കാരണം ചിലവർക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ബുദ്ധിമുട്ടായിരിക്കാം, ചിലവർക്ക് അത് ഈസി ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ മിനിമം പഠിച്ചെടുക്കാനായിട്ട് മാക്സിമം ടൈം എന്തോരം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ അത്രയും ടൈം നിങ്ങൾ കണ്ടുപിടിക്കുക. അത്രയും ടൈം നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാമിനെ കുറിച്ച് പഠിച്ചു, ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്ത എന്താ, ഞാൻ ഈ പറഞ്ഞു സിലബസ് അല്ലേ. സിലബസ് നമ്മൾ എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എന്താണ് പഠിക്കാനുള്ളത്? ഇപ്പോൾ ബാങ്ക് എക്സാമിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ആൾക്കാരാരാ? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന മാത്സ് ഉണ്ട്, റീസണിങ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. അതുകൂടാതെ ജനറൽ അവയർനെസ്, ബാങ്കിങ് അവയർനെസ്, കമ്പ്യൂട്ടർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ആൾക്കാർ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, അതിനുള്ളിൽ എന്താണ് പഠിക്കാനുള്ളത്, ഇതെന്നെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ എക്സാം പാറ്റേൺ, നമുക്ക് എക്സാം എങ്ങനെയാണ് നടക്കുന്നത്? ഓൺലൈൻ എക്സാമാണ്, ബാങ്ക് എക്സാം എല്ലാം എന്താണ്, ഓൺലൈനാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ആണ്. അപ്പോൾ ആ എക്സാംസിനെ കുറിച്ചുള്ള ധാരണ ഉണ്ടായിരിക്കണം. അപ്ലൈ ചെയ്യാനുള്ള ഫീസുകളുണ്ട്, അതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടായിരിക്കണം. ഏജ്, നമുക്ക് ഇപ്പോൾ എത്ര ഏജ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? ഏജ് റിലാക്സേഷൻ, നിങ്ങൾ കാറ്റഗറി വൈസ് നിങ്ങൾ ഉള്ള നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഏതാണോ അവർക്ക് ലഭിക്കുന്ന ഏജ് റിലാക്സേഷൻ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ആൾക്കാർ കഴിഞ്ഞാൽ അടുത്തത് എന്താണ്, ഒരു സ്റ്റഡി പ്ലാനാണ്. ഞാൻ ഓൾറെഡി അവിടെ പറഞ്ഞ പ്ലാൻ എന്താ, ക്രിയേറ്റിംഗ് എ പ്ലാൻ. അത് നമ്മളുടെ ലൈഫിനെ ബാധിക്കാതെ നമുക്ക് നമ്മുടെ പഠനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ പ്ലാനാ. അടുത്ത പഠിക്കാനുള്ളൊരു പ്ലാൻ ഉണ്ടാക്കണം. പറഞ്ഞ കാര്യം മനസ്സിലായോ? എവിടെ ഇരുന്ന് പഠിക്കും, എപ്പോഴിരുന്ന് പഠിക്കും, എങ്ങനെ ഇരുന്ന് പഠിക്കും, ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ നിങ്ങൾക്കുണ്ടായിരിക്കണം. കാരണം ഒരു ജോലിക്കും പോവാതെ ഒരുപാട് സമയം കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം ഫ്രീ ടൈം കിട്ടുന്ന കുട്ടികളുടെ കൂടെയാണ് നിങ്ങളും കോമ്പറ്റീറ്റ് ചെയ്യേണ്ടത്. അവരുടെ കൂടെ തന്നെയാണ് നിങ്ങളും പഠിക്കേണ്ടത്. ഇപ്പം എൻ്റെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സർവീസിലിരിക്കുന്ന സാറുമാരുണ്ട്, ആർമി, എയർഫോഴ്സ്, അതേപോലെ നേവിയിലൊക്കെയുള്ള സാറുമാർ നമ്മളുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവരവരുടെ ഫ്രീ ടൈമിലാണ് ഇരുന്ന് ചെയ്യുന്നത്. കാരണം എന്താ, അവരവരുടെ റിട്ടയർഡ് ലൈഫിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അവർക്ക് എന്ത് ചെയ്യാനാണ്, ജോലിക്ക് കയറാം. അപ്പോൾ അവരിപ്പോഴേ അവർ ഫ്രീ ടൈമിലിരുന്ന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോഴും അവരവരുടെ വർക്കിനെ അത് ബാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അവരൊരു എന്താണ്, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ അവർ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്. കാരണം അവർ ഒട്ടും ടൈം കളയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഓരോ ദിവസം കൂടുമ്പോഴും കോമ്പറ്റീഷൻ വരല്ലേ. അപ്പോൾ അവരവരുടെ ഫ്രീ ടൈമിലാണ് അവർ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഇനി പ്രയോറിറ്റൈസ് ലേണിംഗ് ആൻഡ് റിവിഷൻ. നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിക്കണം. പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിവിഷൻ നടത്തണം. ആ റിവിഷൻ നടത്താനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ട്രാവൽ ചെയ്യുന്ന സമയം, ലഞ്ച് ബ്രേക്കിൻ്റെ സമയം, അങ്ങനെയുള്ള ടൈമുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, റിവിഷൻ നടത്തുക. ആവശ്യമുള്ള ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചെടുക്കണം. ഒരുപാട് കടൽ പോലൊക്കെ എടുക്കുന്ന കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ പഠിക്കുന്നത് നമുക്ക് യൂസ്ഫുൾ ആണെന്ന് മനസ്സിലാക്കണം. ആ കാര്യങ്ങൾ മാത്രം പഠിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ബാങ്ക് എക്സാംസ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ആണ്. അപ്പോൾ നമ്മൾ ധാരാളം മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. നിങ്ങൾക്ക് മറ്റുള്ള കുട്ടികളുടെ അത്ര പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ടൈം ലഭിക്കില്ല മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, കിട്ടുന്ന സമയം എപ്പോഴാണോ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്നത്, ചിലപ്പോൾ നിങ്ങൾക്ക് ഓഫ് കിട്ടുന്ന ദിവസമായിരിക്കാം, ആ ടൈമിൽ സാധാരണ മിനിമം ഒരു മോക്ക് ടെസ്റ്റ് ഒരു ദിവസം ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങളിലെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക.
ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം. ഓക്കെ, മോക്ക് ടെസ്റ്റുകൾ ചെയ്താൽ മാത്രം പോരാ, നമ്മളുടെ പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യണം, അനാലിസിസ് ചെയ്യണം. നമ്മളുടെ പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യണം, അനാലിസിസ് ചെയ്യണം, അത് ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഞാൻ നിങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കോമൺ ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് എന്ത്, സർ ഞങ്ങൾ എങ്ങനെ പഠിക്കും? കാരണം സാർ ഇവിടെ പറഞ്ഞു എക്സാം പാറ്റേണിനെ കുറിച്ച് അറിയണം, സ്റ്റഡി പ്ലാൻ ഉണ്ട്, എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം, റിവിഷൻ ചെയ്യണം എന്നൊക്കെ സാറ് പറഞ്ഞു. അതേപോലെ മോക്ക് ടെസ്റ്റ് ചെയ്യണം. ഞങ്ങൾ എങ്ങനെ പഠിക്കും? കാരണം ഞങ്ങൾക്കൊരു ഓഫ്ലൈൻ സെൻറ്ററിൽ പോയി പഠിക്കാൻ സാധിക്കില്ല. കാരണം ഞങ്ങൾക്ക് ജോലിക്ക് പോകണം. രാത്രി കാലങ്ങളിലാണ് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടുണ്ടാവുക. ഞങ്ങൾ ഫ്രീ ആയിട്ടുള്ള സമയത്ത് ഞങ്ങൾ എങ്ങനെ ക്ലാസ്സുകൾ കേൾക്കും? അതിനുള്ള നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ് ഓൺലൈൻ ക്ലാസ്. ഇപ്പം നമ്മളുടെ ക്ലാസ്സുകളൊക്കെ എങ്ങനെയാണ്? 1500-ലേറെ നമുക്ക് ഒരുപാട് റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്. ആ റെക്കോർഡഡ് ക്ലാസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ നിങ്ങളൊരു ക്ലാസ്സിലിരിക്കുന്ന അതേ ക്വാളിറ്റിയിൽ ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സുകളാണ്. ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ആണെങ്കിൽ, ഇന്ന സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൽ കയറി അത് ആക്സസ് ചെയ്യാം, ആ ക്ലാസ് കേൾക്കാം. GK ആണെങ്കിൽ GK, ജനറൽ അവയർനെസ് ആണെങ്കിൽ ജനറൽ അവയർനെസ്, നമുക്കിവിടെ വരാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ്, എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ, അതായത് എങ്ങനെയാണോ ഓഫ്ലൈൻ ക്ലാസ് നടക്കുന്നത് അതേപോലത്തെ തന്നെ ഫാക്കൽറ്റി ആയിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ നൈറ്റ് സെക്ഷനിലായിരിക്കും. നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ആ ക്ലാസ്സുകൾ മാത്രമല്ല, അതിന് ഇൻ കേസ് നിങ്ങൾക്ക് ആബ്സെൻ്റ് ആണെങ്കിൽ അതിൻ്റെ റെക്കോർഡഡ് സെക്ഷൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആരയച്ചു തരും? നിങ്ങൾക്ക് മെൻറ്റേഴ്സ് അയച്ചു തരും. മെൻറ്റർഷിപ്പ് സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് ഒരാൾ ത്രൂ ഔട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്താണ് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ, ഓക്കെ, എങ്ങനെ റിവിഷൻ നടത്തണം. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഡൗട്ട് ഉണ്ടാവാം. രാത്രി കാലങ്ങളിൽ ഇരുന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മെൻറ്റേഴ്സിൻ്റെ അടുത്ത് സപ്പോർട്ട് ചോദിക്കാം. നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും നിങ്ങളുടെ മെൻറ്റേഴ്സ് എന്ത് ചെയ്യും, ക്ലിയർ ചെയ്ത് തരും. അപ്പം ഞാൻ ഈ പറഞ്ഞതാണ്, നമ്മളുടെ ആപ്പുകളിലും എല്ലാം നിങ്ങൾക്ക് എന്തുണ്ട്, ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ എല്ലാം അവൈലബിൾ ആണ്. ക്ലിയർ അല്ലേ ഞാൻ ഈ പറഞ്ഞത്? ദെൻ എഫക്റ്റീവ് ടൈം മാനേജ്മെൻറ്റ്, ഞാൻ ഈ പറഞ്ഞതാണ് എല്ലാം കൂടിയും ചേർത്ത കാര്യം. ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകണം, പഠനം ഒരുമിച്ച് കൊണ്ടുപോകണം, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ കൂടെ മാനേജ് ചെയ്യണം. അത്ര എളുപ്പമുള്ള കാര്യമാണോ? കുറച്ച് ഡിഫിക്കൽട്ടാ. പക്ഷേ നമ്മൾ എന്താണ് നമ്മളുടെ ലക്ഷ്യം, നമ്മളുടെ പാഷൻ, നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന നമ്മളുടെ ആ എയിമിലേക്കുള്ള യാത്ര, അതെത്ര കഠിനമായാലും നമ്മളത് പോയിരിക്കും എന്നുള്ള എന്താണ് ആ ഒരു എന്ത് സെറ്റ് ചെയ്യണം, ആ ഒരു ഗോൾ നിങ്ങളുടെ മൈൻഡിൽ സെറ്റ് ചെയ്യണം. ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, എത്തിച്ചേരണം. അതിനായിട്ട് ഏറ്റവും വേണ്ടതാണ് മോട്ടിവേഷൻ. സെൽഫായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മോട്ടിവേറ്റഡ് ആയിരിക്കണം. ജോബ് പ്രഷർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, അതിലൊരു മാറ്റവുമില്ല. ആ ജോബ് പ്രഷറിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. പഠിച്ച് നമ്മൾ സക്സസ്ഫുൾ ആയാൽ നമ്മളുടെ ഇനിയുള്ള ജീവിതം ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുമെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ നിങ്ങളെല്ലാം പഠിച്ച് സെറ്റായി കഴിഞ്ഞാൽ കഴിയുമെങ്കിൽ നിങ്ങളുടെ ലീവുകൾ കാര്യങ്ങളൊക്കെ എക്സാമിന് ഒരു 1 വീക്ക് നിങ്ങൾ റിലാക്സ് ആയിട്ടിരിക്കുക. ഇന്ന് നിങ്ങൾക്ക് നാളെ എക്സാമാണ്, ഇന്ന് നിങ്ങൾ ടയേർഡായി ജോലി ചെയ്ത് പ്രഷർ എടുത്തൊക്കെ വീട്ടിൽ വന്ന് നാളെ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേ ബി പെർഫോം ചെയ്യാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് നിങ്ങളൊരു വെൽ പ്ലാൻ സെറ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, പഠിക്കാനായിട്ട്. അപ്പം നമ്മളുടെ ആ പ്ലാൻ അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സക്സസ് ആവാൻ പറ്റും. ഒരുപാട് കുട്ടികൾ അങ്ങനെ സക്സസ് ആയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ചു, ഓൺലൈൻ ക്ലാസ്സുകളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ക്ലാസ്സുകൾ, നമ്മളുടെ ഗോൾഡ് ബാച്ചിലെ ക്ലാസ്സുകൾ എങ്ങനെയാണ് പോകുന്നത് എന്ന് ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ. ഒന്നും അറിയാത്ത ഒരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ ആദ്യം നിങ്ങൾക്ക് നമ്മളുടെ ക്ലാസ്സുകൾ 4 ലെവലായിട്ടാണ്, 4 ഫേസ് ആയിട്ടാണ് പോകുന്നത്. ലെവൽ 1 എന്താണ്, സിലബസ് കവറിങ്. എന്താണോ പഠിക്കാനുള്ളത് അത് വളരെ ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചു തരും. ചുമ്മാ അത് പഠിച്ചിട്ട് കാര്യമില്ല. ഓൺലൈൻ എക്സാമുകളാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. നമുക്കത് സക്സസ്ഫുൾ ആവണമെങ്കിൽ എന്തുണ്ട്, നമുക്ക് എന്ത് വേണം, വീക്ക്നെസ് ഉണ്ടാവും. ഇപ്പോൾ ചിലവർക്ക് ഇംഗ്ലീഷ് ചിലപ്പോൾ അറിയണമെന്നില്ല, ഗ്രാമർ ബുദ്ധിമുട്ടുണ്ടാവാം.
QL അരിത്തമെറ്റിക് പ്രോബ്ലംസ് ബുദ്ധിമുട്ടുണ്ടാവാം. അവരുടെ വീക്ക്നെസ് നിങ്ങളുടെ മെൻറ്റേഴ്സ് കണ്ടുപിടിച്ച് അത് ഇമ്പ്രൂവ് ചെയ്ത് തരും. അതിനുള്ള സ്പെഷ്യൽ കോച്ചിങ്. ആക്യുറസി ബിൽഡിംഗ്, സ്പീഡ് ആൻഡ് ആക്യുറസി, മിനിമം ടൈമിലെ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ട്രെയിനിങ്, അത് നമ്മളുടെ എന്തിലുണ്ട്, ലെവൽ 2ലുണ്ട്. ഇനി നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ ക്രാക്ക് ചെയ്താൽ മതിയോ? നമുക്ക് ജോലി കിട്ടണമെങ്കിൽ മെയിൻസിലേക്ക് കടക്കണം. അവിടെ നിങ്ങൾക്ക് ലെവൽ 3 അഡ്വാൻസ്ഡ് ലെവൽ പ്രിപ്പറേഷൻ ആണ്. മെയിൻസിലേക്കുള്ള സെപ്പറേറ്റ് കോച്ചിങ്, അതും നമ്മളുടെ ബാച്ചിൻ്റെ ബെനിഫിറ്റാണ്. ഇനി SBI PO, IBPS PO, അതേപോലെ ഓഫീസർ പോസ്റ്റുകളിലേക്ക് നമുക്ക് ഇൻ്റർവ്യൂ ട്രെയിനിങ്, അതായത് പേഴ്സണൽ ഇൻ്റർവ്യൂ എന്തായാലും ഉണ്ടാവും, ചില പോസ്റ്റുകളിലേക്ക് ഗ്രൂപ്പ് ഡിസ്കഷനും ഉണ്ടാവും. അതിൻ്റെയും ട്രെയിനിങ് നിങ്ങൾക്ക് എന്തുണ്ട്, നമ്മളുടെ ഈ ബാച്ചിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളിവിടെ ചേരാണെങ്കിൽ, ഒന്നും അറിയാത്തൊരു കുട്ടി ചേരാണെങ്കിൽ എന്താണ്, എല്ലാ കടമ്പകളും കടന്നിട്ടാണ് അവൻ പുറത്തു പോവുക. ക്ലിയർ അല്ലേ? എല്ലാ കടമ്പകളും കടന്നിട്ടാണ് പുറത്തു പോവുക. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകളും അവൈലബിൾ ആണ്, ലൈവ് സെക്ഷൻസും അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞു മെൻറ്റർഷിപ്പ് സപ്പോർട്ട്, 24 മണിക്കൂർ നിങ്ങളുടെ കൂടെ ആരുണ്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ മെൻറ്റേഴ്സ് ഉണ്ട്. ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റ് ആൻഡ് മെറ്റീരിയൽസ്, ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റുകളും മെറ്റീരിയൽസും നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റഡി പ്ലാൻ ഉണ്ടാവേണ്ടത് എന്താ, റിസൾട്ടഡ് ഓറിയന്റഡ് സ്റ്റഡി പ്ലാനാ. വെറുതെ ഒരു സ്റ്റഡി പ്ലാൻ കാര്യമില്ല, എങ്ങനെ നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്താം എന്നത് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാൻ. ഞാൻ ഈ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫേസുകളാണ് ലെവൽ 2, ലെവൽ 3. അതിലേക്കുള്ള സ്പെഷ്യൽ അറ്റൻഷൻ, AI പ്രോഗ്രസ് ട്രാക്കർ ആൻഡ് റിപ്പോർട്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നിങ്ങളുടെ അനാലിസിസ് കാര്യങ്ങളൊക്കെ നടത്തുക. അപ്പോൾ നിങ്ങൾ എവിടെയാണോ വീക്ക്, എവിടെയാണ് നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നതൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ മെൻറ്റേഴ്സിന് അറിയാൻ സാധിക്കും. അതനുസരിച്ചിട്ടാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള ക്ലാസ്സുകളും നിങ്ങളുടെ കോച്ചിങ് എല്ലാം ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഈ നിലയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ജോലി ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആരും ജോലിയൊന്നും രാജിവെച്ച് പഠിക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ജോലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിലെ സാലറി കൊണ്ടാണ് നടക്കുന്നതെങ്കിൽ പേടിക്കണ്ട. കുറച്ച് ടൈം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കുറച്ച് മാറ്റി വെക്കേണ്ടി വരും. സിനിമയ്ക്ക് പോവുക, ഫ്രണ്ട്സായിട്ടുള്ള, അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു ധൈര്യം വേണം. നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ മാറ്റി വെക്കണം. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റർടൈൻമെൻറ്റ്, സുഹൃത്തുക്കളായിട്ടുള്ള എന്താണ് എൻ്റർടൈൻമെൻറ്റ്സ്, ഫിലിമിന് പോവുക, ഔട്ട്സൈഡ് ഫുഡ് കഴിക്കാൻ പോവുക, കുറേ നേരം ഇരുന്ന് വർത്താനം പറയുക, സിനിമ കാണുക, സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ്, ഇതെല്ലാം കുറച്ച് മാറ്റി വയ്ക്കുക. അതിന് കുറച്ച് ധൈര്യം വേണം. ഒറ്റ ലക്ഷ്യം മാത്രം, ജോലി. ആ ജോലിയിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മളുടെ കുറച്ച് ആഗ്രഹങ്ങൾ മാറ്റി വെച്ചാൽ മാത്രം മതി. ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ കൂടെ എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ച് നല്ലൊരു ബാങ്ക് ജോലി നേടാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളുടെ കൗൺസിലിംഗ് ടീമിൻ്റെ നമ്പറാണ് 7736122215. ഏതാണ് നമ്പർ? 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമ്മളുടെ കൗൺസിലിംഗ് ടീമിൻ്റെ നമ്പറാണ്. നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അവർ തരും. അതുകൂടാതെ പല ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, സാർ ഞങ്ങൾ എങ്ങനെയാണ് ഈ ബാങ്ക് എക്സാംസ് വിളിച്ചതറിയുക, എങ്ങനെയാണ് നോട്ടിഫിക്കേഷൻ വന്നതറിയുക? മക്കളെ, ജസ്റ്റ് നിങ്ങൾ നമ്മളുടെ ചാനലൊന്ന് ഫോളോ ചെയ്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. എന്താണ് എല്ലാ അപ്ഡേറ്റ്സും, ഇന്ത്യയിൽ വിളിക്കുന്ന എല്ലാ ബാങ്ക് എക്സാംസും ഇൻക്ലൂഡിങ് പ്രൈവറ്റ് ബാങ്ക്സിലെയും എല്ലാ എക്സാംസിൻ്റെയും അപ്ഡേറ്റ്സ് അപ്പം തന്നെ നമ്മളുടെ ചാനലുകളിൽ വരും. നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതും നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളും ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതേപോലെ തന്നെ നമ്മളുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് എക്സാം റിലേറ്റഡ് ആയിട്ട് ഹെൽപ്ഫുള്ളായിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചാനലൊന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഏത് നോട്ടിഫിക്കേഷൻ വന്നാലും അപ്പം തന്നെ നമ്മൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉള്ള വീഡിയോസും കാര്യങ്ങളും അപ്ഡേറ്റ് ഒക്കെ ചാനലിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് കരുതുന്നു. ഒറ്റ ലക്ഷ്യം മാത്രം, ജോലി അല്ലേ? ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ കൂടെ എന്താണ്, ബാങ്ക് ജോലി. അതാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന എല്ലാ മക്കൾക്കും എല്ലാ കുട്ടികൾക്കും ഈ വർഷം തന്നെ നിങ്ങൾ ആഗ്രഹിച്ച പൊസിഷനിൽ എത്തിച്ചേരാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.